എന്റെ അച്ഛൻ പുഷ്കരാ. ഇതുവരെ നമ്മുടെ പാചക തൊഴിലും ഞാനും ഒരു ചെറിയ പോറൽ പോലും പറ്റാതെ സന്തോഷമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നിങ്ങളാണ്. ഇതിനുശേഷം നിങ്ങളുടെ ഒരേ ഒരു മകനായ ഞാൻ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഓരോ ചുവടുകളിലും യാതൊരു കുറവും ഉണ്ടാവാതെ നിങ്ങളാണ് നോക്കി നടത്തേണ്ടത്. സർവവും പാചകം. എന്താണാവോ, വർക്ക്ഷോപ്പല്ല ഇന്ന് പൂട്ടിയോ? വർക്ക്ഷോപ്പിലെ ജീവനക്കാരെല്ലാരും ഉണ്ടല്ലോ. കല്യാണക്കാരൻ പറയാൻ വന്നതാ. ഓ, കല്യാണക്കാരിയാണോ? ഹൈ, ആർക്കാണാവോ? ചേട്ടൻ അറിയില്ലേ? ചേട്ടനാ പുലിമുരുകൻ. പുലിമുരുകനാണല്ലേ? വരിക വരിക, അങ്ങടെ ഇരിക്ക. ആ, പറഞ്ഞോളൂ, എന്താണാവോ ചെയ്യേണ്ടത്? കൊല കൊള്ള റേപ്പത്ത് പറഞ്ഞ് അടിപൊളിയായിട്ട് ജീവിച്ചോണ്ടിരുന്ന എന്റെ ചേട്ടന് ആരുടെ കണ്ണു കിട്ടിയതാണെന്ന് അറിയില്ല. ലവ് മാരേജ് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്. കൊലയും കൊള്ളയോ? ഇനി ഇതിന് ഞാനെന്താണാവോ ചെയ്യേണ്ടത്? നാട്ടില് നിങ്ങളാണ് ഏറ്റവും വലിയ പാചകക്കാരെന്ന് കേട്ടു. നിങ്ങളെ കണ്ടിട്ട് പാചകത്തിന്റെ ഓർഡർ തരാമെന്ന്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. കല്യാണത്തിന് വരുന്ന എല്ലാവരും സദ്യ ഉണ്ടതിന് ശേഷം ഹൈ എന്താ രുചി എന്ന് പറയുന്നത് പോലെ ചെയ്തേക്കാം. അല്ല, കല്യാണത്തിന് മൊത്തത്തിൽ എത്ര പേരുണ്ടാവും? നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു 500 പേരുണ്ടാവും. പിന്നെ ഇഷ്ടപ്പെടാത്ത ഒരു 1500 പേരുണ്ടാവും. രണ്ടാമത് പറഞ്ഞതിൽ ആൾക്കാർ കൂടുതലാണല്ലോ. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? അതിന് ഞാനൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണാവോ ഐഡിയ? ഇഷ്ടപ്പെടാത്ത 1500 പേരെ അവസാനത്തെ പന്തിയിലിരുത്തി നിന്റെ കൈ കൊണ്ട് പായസത്തിൽ വിഷം കലക്കി കൊല്ലാൻ. പായസത്തിൽ വിഷം കലക്കാണോ? കറക്റ്റ് ആയിട്ട് കലക്കുമല്ലേ? കല്യാണത്തിന്റെ തീയതി എന്നാണാവോ? 15-ാം തീയതി. അതാണ് ഇവിടെ പ്രശ്നം. അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്യാൻ എനിക്ക് കഴിയില്ല. അതെന്താ? അന്നാണ് ദുബായിലുള്ള ഒരു കല്യാണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാ പിന്നെ അടുത്ത കല്യാണത്തിന് നോക്കാം. പെട്ടി എടുത്തോണ്ട്. ഓ, ഇത് വല്ലാത്ത കഷ്ടമായല്ലോ. നിങ്ങൾ പെട്ടി നിറയെ പണമായിട്ട് വന്നാലും ഒരു കലം നിറയെ കാശായിട്ട് വന്നാലും എന്നെ വിലക്ക് വാങ്ങാൻ നിങ്ങളെ കൊണ്ടാവില്ല. കാരണം ഞാൻ പുഷ്കരന്റെ മോനാണ്. ഒന്ന് തുറന്നു വെക്കടാ. എന്തൊക്കെയാ ഇത്? ഇത് കത്തി, തൂക്കുകയറ്, പോയിസൺ ബോട്ടിൽ. എന്തിനാണാവോ? ഞങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ ഞങ്ങളുടെ ഇഷ്ടത്തിനാ കൊല്ലുന്നത്. ഞങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവന്റെ താല്പര്യത്തിൽ കൊല്ലും. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടായി. ഒരു കൊലപാതകയുടെ സ്നേഹം കണ്ടിട്ട് സഹിക്കാനാവുന്നില്ല. ഇതെന്താണാവോ? ഇതിനു മുമ്പ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. അതങ്ങ് അടച്ചു വെക്ക. എന്തിനാ അടച്ചേ? ഞാനൊരു തീരുമാനം എടുത്തു. രക്ഷപ്പെടാനാണോ? സമ്മതിച്ചേക്കാവേ. പാചകത്തിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് തന്നെ. ഒന്നും വിടാതെ എല്ലാം പറഞ്ഞേക്കണം. കൊടവേറാ പറയുന്നത് അങ്ങോട്ട് എഴുതിക്കോളാ. 10 ചാക്ക് അരി. രാത്രി 10 മണിക്ക് ശേഷം കടയടയ്ക്കുമ്പോ അപ്പൊ ഞങ്ങൾ എടുത്തോളാം. 2 ചാക്ക് പഞ്ചസാര. മണിയുടെ റേഷൻ കട ഇവിടെ അടുത്താ, അവനറിയാതെ എടുക്കാം. 200 നാളികേരം. അത് ഞങ്ങൾ ശങ്കറിന്റെ തെങ്ങും തൊപ്പി കയറി എടുത്തോളാം. അതെ, പോക്കറ്റ് അടിയും പിടിച്ചു പറയും മാത്രമേ അറിയുള്ളൂ. കാശ് കൊടുത്ത് വാങ്ങിക്കാമെന്ന് നിങ്ങൾ ആരും പറയില്ലേ? നോക്കി വെച്ച പെണ്ണിനെയാണോ കെട്ടാൻ പോന്നെ, അതോ വല്ലവന്റെയും പെണ്ണിനെ അടിച്ചോണ്ട് വരാൻ പോണോ? അല്ല, നിന്റെ വീട്ടിൽ വല്ല പെണ്ണുങ്ങളുണ്ടാ? അല്ല കിളവി, എഴുന്നേറ്റ് അകത്തോട്ട് പോവാ. എന്നാ നിങ്ങൾ ചെല്ല്. ഇപ്പം മോഷ്ടിക്കാൻ തുടങ്ങിയാലേ മുഹൂർത്ത സമയമാവുമ്പോ എല്ലാ സാധനങ്ങളും കിട്ടൂ. അങ്ങനെ നടക്ക. എനിക്ക് വന്ന കഷ്ടകാലം എന്നെയും കൊണ്ടേ പോവുള്ളൂന്നാ തോന്നേ. അല്ല കൊടവേറാ, ഇവിടെ ഉണ്ടായിരുന്നവരെ ആരും കാണുന്നില്ലല്ലോ. മുതലാളി, ഈ റൗഡികളെ കണ്ടതും അവരൊക്കെ പേടിച്ച് പോയിന്നേ. പിന്നെ ഈ തടിയന്റെ കല്യാണത്തിന് എങ്ങനെ പാചകം ചെയ്യും? മുതലാളി, എനിക്ക് അറിയാവുന്ന ഒരു 5 പാചകക്കാരുണ്ട്. അവരെ വരുത്തിച്ച് ഇതങ്ങ് ചെയ്തു കൊടുക്കാന്നേ. എന്നാ വരാൻ പറ. വരൂ വരൂ ശരവണ, വരൂ. നമസ്കാരം. എടാ കൊടവേറാ, പിച്ചക്കാരുടെ ശല്യം ഈയിടെയായിട്ട് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മുതലാളി, ഞാൻ പറഞ്ഞ പാചകക്കാർ ഇവരാണ്. ഇദ്ദേഹമാണ് എന്റെ മുതലാളി. നമ്മുടെ മുതലാളി എന്ന് പറയാം. നമസ്കാരം. ഇതാണ് മുരുകേശൻ. നമസ്കാരമുണ്ട്. പെണ്ണുങ്ങളെ പോലെ തലയിൽ ഒരുപാട് മുടിയുണ്ടല്ലോ. എന്നാലും പാചകം ചെയ്യുമ്പോ കറിയിൽ വീഴാതെ നോക്കിക്കോണം. ഇതാണ് ഗണേശൻ. നമസ്കാരം. ഇത് ദോശമണി. ഇവന്റെ മോന്ത കണ്ടാ തന്നെ ദോശ കഴിക്കാനുള്ള ആശ പോവല്ലോ. ഇവനെ മാത്രം അച്ചാറൊക്കെ വിളമ്പി അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളും. വിളമ്പി ഉടനെ പോയിക്കോണം. ഇതാരാണാവോ? നല്ല ചൂട് ഉണ്ണിയപ്പം പോലെ ഉണ്ടല്ലോ. അസലായിട്ട് പായസം ഉണ്ടാക്കും. പായസക്കാരനാണല്ലേ? ഇങ്ങോട്ട് വരിക. നിന്റെ അടുത്ത് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. പായസം ഉണ്ടാക്കുന്നതിൽ കാര്യമില്ല, അത് ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്കും കൊടുക്കാനാണ്. ആരും കാണാതെ ഒറ്റയ്ക്ക് മോന്തരുത്. എന്റെ പേര് സാധാരണ ശരവണൻ. എന്ത് ശരവണനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ആരും വന്ന് ചോദിക്കാൻ പോകുന്നില്ലല്ലോ. നിങ്ങളെല്ലാരും കാണുമ്പോൾ യാതൊരു ബന്ധവും ഇല്ലാത്തവരെ പോലെ തോന്നുന്നുണ്ട്. ശരിക്കും പാചകം തന്നെ ചെയ്യാൻ വന്നതല്ലേ? എന്നാലും ഇങ്ങനെ സംശയിക്കൊന്നും കരുതിയില്ല. പിന്നെ എങ്ങനെ സംശയിക്കണം? വരുന്ന വഴി അണ്ണനെ ഇംപ്രസ് ചെയ്യാൻ ഞങ്ങളൊരു ഐഡിയ. എന്താണാവോ ഐഡിയ? വരുമ്പോ തന്നെ ഒരു കല്യാണ ഓർഡർ എടുത്തോണ്ട് വരാറുന്നല്ലേ മുതലാളി? അത് കലക്കി. പോലീസ് ഓഫീസറുടെ മകളുടെ കല്യാണത്തിന്റെ ഓർഡറാണ്.
എന്നാണ് കല്യാണം? അത് വരുന്ന 15-ാം തീയതി. അതേ ദിവസം തന്നെ മുതലാളി വേറൊരു കല്യാണത്തിന് ഓർഡർ എടുത്തിട്ടുണ്ട്. കൊടവേറ, ഞാൻ എപ്പോഴാണ് കമ്മിറ്റ് ചെയ്തത്? അവര് നിർബന്ധിച്ച് ഓർഡർ എടുപ്പിച്ചതല്ലേ? എനിക്കും അമ്മാവന്റെ മകള് പ്രായപൂർത്തിയോണ്ട് വീട്ടിലേക്ക് പോണേ. കണ്ടില്ലേ, ഇവനെ കണ്ടാൽ തന്നെ ഒരു അമ്മാവന്റെ ലുക്ക് ഉണ്ട്. ഇവന്റെ അമ്മാവന്റെ മോളെ കാണാൻ പോവാണത്രേ. ഇങ്ങനെ പല നുണകളും പറഞ്ഞ് ഇവിടെ നിന്ന് എല്ലാരും പൊയ്ക്കൊണ്ടിരിക്കുക. ആ റൗഡിയുടെ കല്യാണം നടത്തുന്നത് എങ്ങനെയാന്ന് ആലോചിക്കുമ്പോഴാണ് നിങ്ങളുടെ പോലീസിന്റെ കല്യാണം. പോലീസാണോ വലുത്, റൗഡിയാണോ വലുത്? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയാ. ഞാൻ ഓർഡർ എടുത്ത് പോലീസ് ഓഫീസർ എടുത്ത് നിങ്ങൾ ഓർഡർ എടുത്ത് റൗഡിയുടെ കാര്യം നമുക്ക് കംപ്ലൈന്റ് ആയിട്ട് പറയാം. കല്യാണത്തിന് അന്ന് തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ. അപ്പോ ആ റൗഡിയുടെ കാര്യം പോലീസ് നോക്കിക്കോളൂല്ലേ? കംപ്ലൈന്റ് കൊടുക്കാന്നേ. കട്ടപ്പന മുതലാളി, എനിക്ക് ബസ് സമയമായി, ഞാൻ പോവാണ്. പോട്ടണ്ണ പോവാൻ പറ. എന്തിനാ പൈസ? എനിക്ക് എപ്പോഴൊക്കെ കൺഫ്യൂഷൻ ആവുന്നോ അപ്പോഴൊക്കെ ഞാൻ കോയിൻ ടോസ് ഇട്ട് നോക്കും. ആ റൗഡിയുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കണോ വേണ്ടയോ എന്ന് കോയിൻ ടോസ് ഇട്ട് നോക്കുക. ഹെഡ്സ് വീണാൽ കൊടുക്കാം, ടെയിൽസ് വീണാൽ കംപ്ലൈന്റ് കൊടുക്കാം, പേടിക്കണ്ട. ഞങ്ങളുണ്ടല്ലോ. പറയൂ സർവണൻ, എന്താ കാര്യം? ഇതാ സാറേ ഞങ്ങളുടെ മുതലാളി. നമസ്കാരം. ആ നമസ്കാരം. ആ കട്ടപ്പന മുരുകന്റെ ഒരു കേസ് കൊടുക്കാമെന്ന് ഇയാള് മുതലാളി. കട്ടപ്പന മുകുന്ദനോ? എന്താ കേസ്? അവിടെ പറയേ. വീട്ടിൽ അരി കഴുകിക്കൊണ്ടിരുന്ന സ്ത്രീയെ കട്ടപ്പന മുകുന്ദൻ ശല്യം ചെയ്തു എന്നേ. എന്ന് വെച്ചാ മനസ്സിലായില്ല സാർ, മറ്റേ കേസാ. ഓ, അവന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ ഞങ്ങൾ സന്തോഷമായിട്ട് അങ്ങ് പോയേനെ. ബാധിച്ച പെണ്ണ് വരാതെ ഞാൻ എങ്ങനെയാടോ കേസ് രജിസ്റ്റർ ചെയ്യാ? അങ്ങേര് ശല്യം ചെയ്ത സ്ത്രീയെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്ത്രീയുടെ മോളെ കുറിച്ചാണോ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞത്? ഇവരുടെ മോളെയല്ല, ഇതാണ് ആ പെണ്ണ്. എന്ത്? ഇതാണ് ആ പെണ്ണെന്നോ? ഇവർ ഒരുപാട് പ്രായമുള്ളതാണല്ലോ, കൈയും കാലൊക്കെ വിറയ്ക്കുന്നുണ്ടല്ലോ. വീട്ടില് മാവാട്ടരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ. ഇപ്പൊ വെറുതെ കിടന്ന് കൈയും കാലും ആടുന്നത് കണ്ടില്ലേ? എടാ ഇങ്ങ് വന്നേ. ഈ കിളവയ്ക്ക് എന്തിനാടാ ഇത്രയും മേക്കപ്പ്? എടാ ശരവണ, ഒരു മിനിറ്റ് സാറേ. എടോ, കേസ് കട്ടപ്പൻ മുകുന്ദന്റെ പേരിലാണ്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവാൻ പാടില്ല. എന്തായാലും സാറിന്റെ മോളുടെ കല്യാണം നടക്കണ്ടേ? അതുകൊണ്ട് അവർ റൗഡിയാന്നുള്ള കാര്യം സാറിന് അറിയാലോ. അവന്റെ ഇന്ന് നമ്മുടെ മോലാളി രക്ഷിക്കണ്ടേ? സാർ പ്ലീസ് സാർ. സാറേ, ആലോചിച്ചോണ്ട് നിൽക്കാൻ സമയമില്ല. വേഗം കയ്യപ്പ് വാങ്ങിക്കാ. സീൻ കഴിയുന്നതിന് മുമ്പേ കിളവിയുടെ കാറ്റ് പോകുന്ന തോന്നുന്നേ. ഓക്കെ, കട്ടപ്പന മുകുന്ദനെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് കല്യാണം നടത്താം. അല്ലേ മുതലാളി? വരൂ വരൂ. നന്നായിട്ട് എടാ പായസക്കാരാ, ക്യാരറ്റ് ഇതാ അതിലേക്കാണ് ഇടേണ്ടത്, നിന്റെ വായിലേക്കല്ല. ഈ പുളിയും ചേര ഇളക്കും. നിക്കടെ. എടാ, എന്റെ അഭ്യാസം കൊള്ളാം കേട്ടോ. അവനെ കണ്ടേച്ചാലും മതി. നിനക്കൊക്കെ ഇങ്ങനെ തന്നെ വേണോടാ. നിന്നെയൊക്കെ ആരാടാ കല്യാണം കഴിക്കുന്നത്? മര്യാദക്ക് പാചകം ചെയ്തോണ്ടിരുന്ന എന്നോട് പായസത്തിൽ വിഷം കലക്കാനാണ് പറഞ്ഞത്. ഇവനെയൊക്കെ ജയിലിൽ ഇടരുത്. 50-60 പേര് കഴിക്കേണ്ട ചാപ്പാട് ഇവൻ ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കുന്നേ. ഇവനെയൊക്കെ ഏതെങ്കിലും വർക്ക്ഷോപ്പിലാക്കുക. എന്താടാ നോക്കുന്നേ? എന്തിനാടാ നോക്കുന്നേന്ന്? ഇത് വെഞ്ചൻസ് നോട്ടമാ മുതലാളി. വെഞ്ചൻസ് എന്ന് വെച്ചാൽ? വെഞ്ചൻസ് എന്ന് പറയുവാണെങ്കിൽ അവനും മുതലാളിക്കും ഇന്ന് തൊട്ട് ശത്രു തുടങ്ങുക. ഇത് എത്ര ജന്മം കഴിഞ്ഞാലും തുടരും. മുതലാളിയുടെ ഭാര്യയെ അവന്റെ ഭാര്യ കൊല്ലും. മുതലാളിയുടെ മക്കളെ അവന്റെ മക്കളെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലും. ഇതെങ്ങനെ അവസാനിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അവൻ നോക്കുന്നതിനേക്കാളും നീ പറയുന്നത് കേൾക്കുമ്പോഴാ പേടിയാവുന്നേ. ഇവനോട് നിങ്ങൾ സംസാരിച്ചിട്ട് എന്റെ ചേട്ടനെ ചവിട്ടിയല്ലേ? എടാ, പുലിമുരുകനായിരുന്നു എന്റെ ചേട്ടനെ, നീ കേലിമുരുകനാക്കിയില്ലടാ. എന്നെ നീ കൂടുതൽ നാണം കെടുത്തുകയാണോ? മുതലാളി അപ്പുറത്തേക്ക് കൊണ്ടുപോ. നമുക്ക് വേഗം അപ്പുറത്തേക്ക് പോവാം. നീയാണല്ലേ ഇതിന് കാരണക്കാരൻ. നോട്ടം കൊണ്ട് എന്നെ കൊല്ലത്ത് തോന്നണേ. എല്ലാം വളരെ നന്നായിട്ട് നടന്നു. മുതലാളി എന്താടാ കാണിക്കുന്നത്? ഇങ്ങോട്ട് വാ. ഇവന്റെ വെപ്രാളം കണ്ട ഞാൻ പേടിച്ചു പോലോ. എന്നാ പപ്പടം വെക്കാം. തന്നേക്ക് മുതലാളി, ഞാൻ വെച്ചോളാം. നന്നായിട്ട് കഴിച്ചോടാ. എടാ പായസക്കാരാ, ഇവരെന്താ കരാട്ടെ പഠിക്കുമ്പോൾ ഇഷ്ടിക ഉടയ്ക്കാൻ പോവാണോ? ഇത്രയും പപ്പടം ഒരു ഇലയിൽ വെച്ചാൽ പിന്നെ ബാക്കിയുള്ളവർ എന്താടാ കഴിക്കുക? എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കുന്നില്ലല്ലോ മുതലാളി. എന്തേ കാണിക്കണേ? അവന്റെ ധൃതിക്ക് അവൻ പിടി മാത്രം എടുത്തോണ്ട് പോയല്ലോ. ശരവണ, നിന്നെ പോലെ ഒരു 5 പേര് എനിക്ക് കിട്ടിയാ മതി. അതല്ലേ കിട്ടിയത്. ഈ മുതലാളിക്ക് എങ്ങനെയുണ്ടോ? അങ്ങനൊന്നും ഇല്ലെന്നേ. ഞാൻ പറയുന്നത് പോലും കേൾക്കാതെ ജോലി ചെയ്യുന്നല്ലോ. ഇവർ 5 പേരും എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല. പക്ഷെ ഇവര് കാരണം ഞാൻ എവിടെയോ പോവാൻ പോകുന്നു.
ദാ വന്നോണ്ടിരിക്കാടോ, ഒന്ന് പറയണ കേക്ക്. സാമ്പാറോ? എന്താ സാറേ സദ്യ കഴിക്കാതെ എങ്ങോട്ടാ? പാർസല് കയ്യിലുണ്ട്. എന്ത് സ്വന്തം മോളുടെ കല്യാണത്തിന് തന്നെ പാർസലോ? മറ്റേ വീട്ടിലേക്കാണോ? കളിയാക്കല്ലേ, നീ ഒരുത്തിനെ കുറിച്ച് കംപ്ലൈന്റ് തന്നിട്ടുണ്ടല്ലോ. അതെ, ആർക്കും കൊള്ളാത്ത ഒരുത്തനുണ്ടല്ലോ, 40 പേരുടെ കൂടെ വന്ന് നിക്കില്ലേ, അവനല്ലേ? അവൻ അറസ്റ്റായ അരമണിക്കൂറിനകം ഈ നാട്ടിൽ നിന്ന് എന്നെ ട്രാൻസ്ഫർ ചെയ്ത്. എന്ത് ട്രാൻസ്ഫർ ചെയ്തോ? അതെടോ, എന്റെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോവാണ്. സാറേ, അറസ്റ്റ് ചെയ്ത് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കംപ്ലൈന്റ് കൊടുത്ത മുതലാളിക്ക് എന്ത് സംഭവിക്കും? ശരിയാണല്ലോ. പറയൂ സർ, പറയൂ സർ. സാറേ ഞങ്ങളുടെ കാര്യം ഈ പാവങ്ങൾക്ക് സസ്പെൻസ് താങ്ങാനാവുന്നില്ല. എന്നാ പറഞ്ഞേര്, നിങ്ങളെ കുറിച്ച് ഞാൻ അഭിമാനിച്ചതാണല്ലോ. എന്താണാവോ? എന്നെ അവൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അടിച്ച നിന്നെ അവൻ വെറുതെ വിടും തോന്നുന്നുണ്ടോ? അങ്ങനെ പറയില്ല ഞാൻ സാറേ. ഇവിടുന്ന് രക്ഷപ്പെട്ടു. നിങ്ങളും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്ക്. വഴി വിട്, വഴി സാർ വിട്. സാർ അങ്ങനെ എനിക്ക് പറയില്ല സാർ. തോന്നണം. സാർ ഇവരെയും കൊണ്ടുപോവാണോ സാറേ? ആ പാചകക്കാരന്റെ കഥ ഇന്നോടെ കഴിക്കണം. മുതലാളി ഇരുന്നോളൂ മുതലാളി. ഇതിനകത്തോ വലിയ ബുദ്ധിമുട്ടാവില്ല? അപ്പൊ കിടന്ന മുതലാളി അത് അതിലും ബുദ്ധിമുട്ടാവില്ലോ? പുറത്തേക്കല്ലേ അവന്റെ കൂടെ തീർന്നു. വെറുതെ ഇരിക്കടാ, ഇരിക്കടാ അവിടെ. അല്ല, ദാ. മുതലാളി ഇരിക്ക്. ഇരിക്ക് മുതലാളി. ഇരിക്ക് മുതലാളി. നന്നായിട്ട് ആ, കാര്യമായിട്ട് കിടന്നോ. അങ്ങനെ തന്നെ. നന്നായിട്ട് ഇത് മുകളിലേക്ക് ഇട്ടാ മതി. എന്നെ നന്നായിട്ട് ഇവിടെ കാര്യമായിട്ട് ഇട്ടേച്ച് കിടന്നോ. നിങ്ങൾ മറന്നു പോരുതേ. ആ പതുക്കെ പതുക്കെ. ഈ ഇലയിൽ എന്താണാവോ ഉള്ളത്? കണ്ണ് തീർന്നല്ലോ. കറിയിൽ എരിവ് കൂട്ടണ്ടെന്ന് പറഞ്ഞാ ഇപ്പൊ കണ്ടില്ലേ, കണ്ണു തീർന്നു. ആ കറിയിൽ വെള്ളം കോരി ഒഴിക്കേ. പാചകം ചെയ്യുമ്പോ ആലോചിക്കേണ്ട കാര്യം ഇപ്പോഴാണോ പറയുന്നത്? ആ എന്നെ അടക്കടാ. ആ, പൊക്ക്, പൊക്ക്, പൊക്ക്. എടാ ശരവണ, ഇതെന്തിനാ? നമുക്ക് ആ, രക്ഷപ്പെടാം. ഞാൻ അവിടെ പിടിക്കാം. എല്ലാരും വീട വായിലിട്ടോ. ഡാ, നിർത്തടാ കല്യാണം. ആ പാചകക്കാരൻ ഇവിടെ എവിടെയോ ഉണ്ട്. അവനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. വേഗം പിടിക്കവനെ. പോടാ, പോടാ. അവനെ വിടരുത്. അവനെ ചവിട്ടിക്കൊല്ലണം. അവനെ നീ എന്ത് വാടേ? ആരാടാ നീ? അയ്യേ. പോടാ, പോടാ. ഒറ്റ വീക്കം തരണം. പോടാ. ചേട്ടന്മാരെ, ഒരു മിനിറ്റ്. എന്താടാ? കൊട്ട താഴെ ഇടറാ. ചേട്ടാ, ഞാൻ ഈ വടയെന്ന് എടുത്തോട്ടെ. ആരും കഴിച്ചതല്ല, ഫ്രഷാ. ചേട്ടാ വരി വേണോ? ആണല്ലോ. വന്ന അന്ന് തന്നെ ഉഴുന്നുകൂടെ ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു. ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനി ഒരു പട്ടി വിചാരിച്ചാൽ പോലും മുതലാളി ഒന്നും ചെയ്യണം. ഓടിക്കോടാ, താഴെ വരുന്നുണ്ട്, താഴെ. ഓടിക്കോ. ചേട്ടാ, അവരിവിടെ ഉണ്ട്. ഞാനിവിടെ ഇല്ല, ഓടിക്കോ. അവനെ പിടി. വേഗം പിടിക്കവനെ. പിടി. ആ പൂട്ടി പൂട്ടി. എന്റെ കല്യാണം നിർത്തിച്ച് നീ എന്നെ നടുറോട്ടിലാക്കിയില്ലേ? എന്താടാ, കിട്ടിയത് മതിയായില്ലേ നിനക്ക്? ഒന്നും മിണ്ടാതിരിക്കടാ. നിങ്ങൾക്ക് എന്താണാവോ പറയേണ്ടത്? ആലുവയിലെ വിഷ്ണു കല്യാണ മണ്ഡപം, എറണാകുളം DH റോഡിലെ TDM ഹാൾ, അവിടെയൊക്കെ. ചേട്ടാ, മോഹൻലാലിന്റെ കല്യാണ മണ്ഡപത്തിന്റെ കാര്യം ആ പറഞ്ഞോ? മോഹൻലാലിന്റെ കല്യാണ മണ്ഡപം. എങ്ങും നിന്നെ പാചകം ചെയ്യാനായിട്ട് ഞങ്ങൾ വിടില്ല. പാചകം ചെയ്യട്ടെ, എന്നെ വിട്ടേക്ക്. ഇതിനു വേണ്ടിയോട് ഇവിടെ കഴിക്കുന്നത്. ഇത് നേരത്തെ പരിപാടിക്ക് 2 എടുക്കായിരുന്നു. വാദം വെച്ചേക്കുന്ന കണ്ടില്ലേ? ഉണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ വിറ്റ് എല്ലാ കടപ്പാടും തീർത്താൽ ബാക്കിയുള്ളത് ഈ 2 ലക്ഷം മാത്രം. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും മുതലാളി? അതൊക്കെ നീ തന്നെ തീരുമാനിച്ച് കാണുമല്ലോ. അപ്പൊ നമുക്ക് ഈ തൊഴിൽ ഉപേക്ഷിച്ചിട്ട് അല്ല, ഒരു ഹോട്ടൽ തുടങ്ങാന്ന് പറയായിരുന്നു. ഹോട്ടലോ? നന്നായിരിക്കും. ശരിയായ കൊള്ളാം. ഇൻവെസ്റ്റർ ആയിട്ട് മുതലാളി ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് ആയിട്ട് ഞങ്ങളും ഉണ്ട്. എല്ലാം ശരിയാക മുതലാളി. എന്നാ പിന്നെ നമുക്ക് ആ കണ്ണൂർ സ്ഥലത്ത് വിട്ടാലോ? പോണ്ട മുതലാളി. അതെന്താണാവോ? അവിടെ കഴിച്ചവരുടെ അടുത്ത് നിന്ന് കാശ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിലും ഭേദം എറണാകുളം. അതല്ല ശരവണ, കണ്ണൂർ പറ്റില്ല, എറണാകുളം മതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ല, എറണാകുളത്ത് നിന്റെ വകയിലുള്ള ആരെങ്കിലും ഉണ്ടോ? മുതലാളി നമ്മുടെ പ്രശ്നത്തിൽ ഇടപെട്ട SI അങ്ങോട്ടല്ലേ സ്ഥലം മാറി പോയേക്കണത്, മനസ്സിലായോ? മുതലാളി ഒന്ന് വിശ്വസിക്കേ. ഒരു കസ്റ്റമറിന് വേണ്ടി ഒരു ഹോട്ടൽ ഉണ്ടാക്കുന്നത് ശരിയാണോ? മുതലാളി ദയാരക്ഷിക്കായിട്ട് പറയണ കേട്ടാ. എല്ലാം നല്ല അടിപൊളിയായിട്ട് വരും മുതലാളി. ഇവൻ എന്തിനാണാവോ ഇപ്പോൾ പോടാ, ഇങ്ങോട്ട് കാര്യം വന്നത്? പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് വെച്ചാൽ ശരി, എന്നാ നീ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവിടെ പോകുന്നു. നല്ലൊരു ഹോട്ടൽ തുടങ്ങി അടിച്ച് പൊളിക്കല്ലേ? അനിയാ പായസക്കാരാ, ഇങ്ങോട്ട് വന്നേ. എന്റെ അച്ഛന്റെ ഫോട്ടോ എടുത്ത് എന്ത് ചെയ്യാ? ഇനി മുതൽ ഇത് മുതലാളിയുടെ മാത്രം അച്ഛനല്ല, ഞങ്ങളുടെ കൂടെ അച്ഛനാ. ഇനി എന്ത് ചെയ്താലും ഈ ഫോട്ടോയ്ക്ക് പൂജ നടത്തിയേ ചെയ്യുള്ളൂ. മുതലാളിക്ക് 5 അച്ഛനുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? 5 ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്ക് 1 വീതം എടുക്കായിരുന്നല്ലോ. എല്ലാവർക്കും ഫോട്ടോ ഉണ്ടാവാൻ പുള്ളിക്കാരൻ എന്താ ഐശ്വര്യ റായാണോ? എന്റെ അച്ഛനാടാ. മുതലാളി സമയായി. നീ പറഞ്ഞത് ശരിയാ ശരവണ. ആ റൗഡിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ഇറങ്ങി തല്ലുന്നതിനേക്കാളും നല്ലത് എറണാകുളത്തേക്ക് പോകുന്നതല്ലേ? അത് കൊള്ളാം. കൊള്ളായിരുന്നല്ലേ? ഫോൺ.
എന്റെ ദൈവമേ പുലി ഓടിക്കോടാ, ഓടിക്കോ.